ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഉള്ളിക്കറി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളകും, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു എണ്ണയിലേക്ക് ഒരു 200 ഗ്രാം ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയിൽ വലിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 6-7 വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ആ ഒരു ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് വെന്തിട്ട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടണം. അതുവരെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാം നമുക്ക് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂണ് മുളക് പൊടി എരിവുള്ളതും 1 ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടിയൊക്കെ ഒന്ന് വാടിയിട്ട് ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്ക് എല്ലാം ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടിയ ഒരു കളറൊക്കെ മാറി നമ്മൾ ചേർത്തിരുന്ന എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുവേ. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു വാളംപുളി എടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്രേവി എത്രത്തോളം വേണോ ആ രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനപ്പോൾ ഇച്ചിരി ചെറിയൊരളവിലാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളേ. ഈ ഒരു രീതിക്ക് എല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് കുറച്ച് മധുരവും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ചെറിയൊരു കഷ്ണം ശർക്കരയായിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയോ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു ഉള്ളിക്കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി കൊടുത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു ഉള്ളിക്കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.